ഏറ്റവും അധികം നമുക്ക് ആസ്വാദനം ലഭിക്കുന്നത് നമ്മുടെ ദാമ്പത്യത്തിൽ നിന്നാണെന്നുള്ള തിരിച്ചറിവ്. അതിന് നമുക്ക് ഏറ്റവും കേട്ടുപരിചയമുള്ള ഒരു ഹദീസിന്റെ കഷ്ടം മതി. ഖൈറു മതാഇ ദുനിയ അൽ മർഅത്തു സാലിഹ. എത്ര ആശയ വൈപുല്യത്തോടെ റസൂലുള്ളാഹി പറഞ്ഞത്. അദ്ദുനിയ കുല്ലുഹാ മതാ. ഈ ദുനിയാവിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ആസ്വദിക്കാനുള്ളതാണ്. ഇളം വെയിലിന്റെ ചൂടിന് ആസ്വാദനമുണ്ട്. ഈ ചൂട് കാലാവസ്ഥയിൽ ഒരു ഇളം കാറ്റിന് ആസ്വാദനമുണ്ട്. ഒന്നും ചേർക്കാത്ത പച്ച വെള്ളത്തിന് പോലും ആസ്വാദനമുണ്ട്. രാവിലെ സുബഹിക്ക് ശേഷം ഒരു 2 കിലോമീറ്റർ വെറുതെ നടന്നാൽ ആ നടത്തത്തിന് പോലും ആസ്വാദനമുണ്ട്. സഹോദരങ്ങൾ, ഈ ആസ്വാദനം നൽകാത്ത ഒന്നും ഈ ഭൂമിയിലില്ല. എന്നാൽ ആസ്വദിക്കാൻ ഏറ്റവും പറ്റുന്നത് ഏതാണ്? ഖൈറു മതാഇദ് ദുനിയ അൽ മർഅത്തു സാലിഹ. നല്ലൊരു സ്ത്രീ, നല്ലൊരു ഭാര്യ നമുക്കുണ്ടോ അതിനേക്കാളും ആസ്വാദകരമായി ഈ ഭൂമിയിൽ ഒന്നുമില്ല സഹോദരങ്ങളെ. അപ്പോ കുടുംബജീവിതത്തെ അല്പം ത്യാഗപൂർവമായി ദമ്പതികൾ പരസ്പരം സഹകരിച്ച് പരിഹരിച്ചിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? മരണം വരെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആസ്വാദനം. ഭക്ഷണത്തിന്റെ ആസ്വാദനം 3-4 നേരത്ത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു ദാമ്പത്യത്തിന്റെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ രാവും പകലും ഉള്ളതാണ്. രാവും പകലും, മനസ്സിലായി? ഒരു ഫോൺ കോൾ വരുമ്പോൾ പോലും നല്ല ബന്ധത്തിലാണെങ്കിൽ ആസ്വാദനമുണ്ട്. നല്ല ബന്ധമല്ലെങ്കിലോ ഓരോ ഫോൺ കോളുകളിലും ഒരു ദാമ്പത്യത്തിന്റെ വേദനയുണ്ട്. ഓരോ കാഴ്ചകളിലും ദാമ്പത്യത്തിന്റെ വേദനയുണ്ട്. നല്ല ബന്ധമാണെങ്കിൽ ഓരോ കാഴ്ചയും ആസ്വാദകരമാണ്. നല്ല ബന്ധമല്ലെങ്കിലോ ഓരോ കാഴ്ചയും സഹോദരങ്ങളെ ഹൃദയത്തിൽ വേദന സൃഷ്ടിക്കുന്നതാണ്.